ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കമന്റ് കാണാൻ ഇടയായി. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നതെല്ലാം വണ്ണസ് അല്ലെങ്കിൽ വണ്ണസ് വിഭാഗത്തിന്റെ പഠിപ്പീരുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുവാൻ തുടങ്ങി. അങ്ങനെ ഒരു വിഭാഗം ദൈവവചനത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ മോശയാണ് പറഞ്ഞത് ദൈവം ഏകനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വണ്ണസ് ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത്. ആവർത്തന പുസ്തകം 6:4 പറയുന്നു, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇംഗ്ലീഷിൽ നമുക്ക് നോക്കുമ്പോൾ ഹിയർ ഓ ഇസ്രായേൽ ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്ന വൺ ലോർഡ്, ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. തൃത്തക്കാരെ സംബന്ധിച്ചിടത്തോളം 3 വ്യക്തികളുള്ള ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. ഒരു ദൈവം ഉള്ളിടത്ത് എങ്ങനെയാണ് 3 ദൈവങ്ങൾ വരുന്നതെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നും ഒരു ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ്. ഓൺലി വൺ ലോർഡ് എന്നാണ് പറയുന്നത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങളോ മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല, മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ, നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അന്യ ദൈവങ്ങൾ അല്ലേ, അപ്പോ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. അപ്പൊ അവിടെ ഒരു വണ്ണസ് ഉണ്ടോ? ഇല്ല. അപ്പം ഇസ്രായേലി ജനം വിശ്വസിച്ചുകൊണ്ടിരുന്ന ഏക ദൈവമുള്ള ദൈവം ഒരുവനാണെന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാലക്രമേണ ഈ ക്രിസ്ത്യാനികൾ എന്ന വിഭാഗമാണ് 3 പേരുണ്ടെന്നും 3 വ്യക്തികളുണ്ടെന്നും പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തത് അങ്ങനെ തന്നെയാണ് അല്ലെ. ത്രികോണാകൃതിയിലുള്ള ദൈവം, തൃത്വ രീതിയിലുള്ള ദൈവം, ഇതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയത് ആര് തന്നെയാണ്? പിന്നീട് വന്ന ക്രിസ്ത്യൻ ലോകം, അപ്പോസ്തലന്മാർക്ക് ശേഷം വഴിതെറ്റിപ്പോയ ക്രിസ്ത്യൻ ലോകം പറഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയിൽ ഒരു തൃത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പിതാവായ ദൈവവും കന്യമറിയമും അതായത് പുത്രനായ യേശു ക്രിസ്തുവും, അങ്ങനെ ഒരു തൃത്വവും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ വണ്ണസ് എന്നൊരു വിഭാഗം ഇല്ല എന്നുള്ളതാണ്. ദൈവവചനത്തിലെ ദൈവം ഒൺലി വൺ ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് വായിക്കാം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് പോകാം. 4:6 നമുക്ക് വായിക്കാം. 4:6 പറയുന്നത്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ ഒറ്റ ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, വൺ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ഓൾ ഹു ഈസ് എബോവ് ഓൾ ആൻഡ് ത്രൂ ഓൾ ആൻഡ് ഇൻ യു ഓൾ. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്രായേലും ഒരേ ഒരു ദൈവമേ ഉണ്ടെന്നാണ് വിശ്വസിച്ചിരുന്നത്. കാരണം ഇന്ന് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വർത്തമാനമുണ്ട്. കാരണം ദൈവത്തിന് ഒരു പുത്രൻ കൂടി ഉണ്ടായിരുന്നു. ആ പുത്രനെയാണ് ഭൂമിയിലേക്ക് അയച്ചത്. കാരണം ആ പുത്രൻ പിതാവിന് തുല്യനായ ഒരു പുത്രനായിരുന്നു. ആ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് പലരും പല കഥകൾ അതിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പുത്രനെ ദൈവവചനം പറയുന്നില്ല. ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഗബ്രിയേൽ മാലാഖ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജനിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അത് വിളിക്കപ്പെടുന്നതിന് കാരണം എന്താണ്? കാരണം ഈ ലോകത്ത്, കാരണം ആ സമയങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പുത്രനാകാൻ യോഗ്യനുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുത്രത്വത്തിനൊരു മാതൃക കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടത്. ദൈവം ആത്മാവാണ്, സകല ജഡങ്ങളുടെയും ഉടയവനാണ്. ആ ഉടയവനായ ദൈവം വേഷത്തിൽ മനുഷ്യനാവുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. വേഷത്തിൽ മനുഷ്യനായി എന്ന് അവിടെ പറയുന്നു. അല്ലാതെ 2ാമത്തെ വ്യക്തിയാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ദൈവം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പിതാവാണ്, എൻ്റെ കൂടെ ഒരു പുത്രനും ഉണ്ട്, ഒരു പരിശുദ്ധാത്മാവും ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിരുന്നു. അങ്ങനെ ഒരു വിശദീകരണം ഇല്ലാത്തിടത്തോളം കാലം ഇതൊക്കെ എന്താണ്?
വളരെ തെറ്റായ പഠിപ്പീരുകളാണ്. വണ്ണസ് എന്നൊരു ഭാഗമില്ല, അങ്ങനെ ഒരു ഭാഗമില്ല. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ് വണ്ണസ്. അപ്പൊ തൃത്വത്തെ മറയ്ക്കുവാൻ വേണ്ടി തൃത്വം പറയാത്ത ആളുകളെ അവർ വിളിച്ചു വന്നു വണ്ണസ് എന്ന്. അല്ലാതെ അതിനകത്ത് ഒരു കാര്യവുമില്ല. ഏക ദൈവത്തെ അനുസരിക്കുവാൻ, അല്ലെങ്കിൽ ഏക ദൈവത്തെ കുറിച്ചാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് പോകാം. ആവർത്തന പുസ്തകത്തിൽ എങ്ങനെയായിരുന്നു അല്ലെ, 6-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അതിന്റെ താഴത്തെ വാക്യങ്ങൾ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും പടി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പൊ വണ്ണസ് ആണോ തൃത്വമാണോ 3 ദൈവങ്ങളാണോ നല്ല പഠിപ്പിക്കേണ്ട, നിന്റെ ദൈവം ഏകനാണ്, നിനക്ക് ഒരു ദൈവമേ ഉള്ളൂ എന്ന് മക്കളോട് ഉപദേശിക്കുവാനായിട്ട് ദൈവം പറയുകയാണ്. അല്ലെ, അത് ദൈവം പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. കാരണം അത് മോശയിലൂടെയാണ് ദൈവം സംസാരിച്ചത്. അപ്പോ പറഞ്ഞത് എന്താണ്? ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നമ്മൾ പ്രാപ്തരായിരിക്കണം. അതിനെ തെറ്റിക്കുന്നില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തു അത് തെറ്റിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞില്ല ഞാൻ രണ്ടാമനാണെന്ന്. അല്ലേ, രണ്ടാമനാണെന്ന് യേശുക്രിസ്തു എവിടെയെങ്കിലും പറഞ്ഞു? രണ്ടാമനാണെന്നോ മൂന്നാമനാണെന്നോ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ഞാൻ ഒന്നാമനാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തവനും ഒടുക്കത്തവനും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന മറ്റൊരു ദൈവം നമുക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ മർക്കോസിന്റെ ലേഖനത്തിലാണ് ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു തിരുത്തേണ്ടതല്ലേ പ്രിയ സഹോദരങ്ങൾ? യേശുക്രിസ്തു തന്നെ തിരുത്തേണ്ടതാണ്. ഞാൻ രണ്ടാമത്തവനാണ്, ഒന്നാമത്തവൻ മുകളിലിരിക്കുകയാണ് എന്ന് യേശുക്രിസ്തു പറയേണ്ടതാണ്. യേശുക്രിസ്തു എന്തേ അത് പറയാഞ്ഞത്? യേശുക്രിസ്തു അങ്ങനെ ഒരു വാക്കേ ഉന്നയിച്ചില്ല. യേശുക്രിസ്തു പറഞ്ഞത് മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എല്ലാറ്റിനും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ഒരേ ഒരു കർത്താവേ ഉള്ളൂ. ദ വൺ ലോഡ്. അത് അതിന്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വൺ ലോഡ്. The Lord our God is one God എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. പല ആളുകളും 28-19 കയറി പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, 3 പേരുണ്ടെന്ന് തെളിയിക്കാനായിട്ട്. അത് അന്ത്യകൽപ്പനയാണെന്ന് പറയുന്നത്. അന്ത്യകൽപ്പനയാണോ പ്രധാനമായിട്ടും വരുന്നത്? യേശുക്രിസ്തു പഠിപ്പിച്ചത് പഴയ നിയമത്തിന് വിപരീതമായിട്ട് കർത്താവ് യേശുക്രിസ്തു ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞിരുന്നു, ഞങ്ങൾ 3 പേരാണ്, പിതാവ് എന്നെ മറഞ്ഞിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മറഞ്ഞിരിക്കുന്ന ദൈവമായിട്ട് എന്നോട് എന്നെ പറ്റി പറയാഞ്ഞാണെന്ന് പറഞ്ഞതിനെ വരുന്നല്ലോ. എന്തേ അവിടെ പറഞ്ഞില്ല? അങ്ങനെ പറയാത്തിടത്തോളം കാലം നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കർത്താവായ യേശുക്രിസ്തു, അതായത് മത്തായിയുടെ സുവിശേഷം 28:10 അന്ത്യകൽപ്പനയാണെന്ന് പലരും വിശ്വസിക്കുന്നു. അത് 3 കാര്യങ്ങളെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ദൈവം ആരാണ്? ദൈവം പിതാവുമാണ്, പുത്രനായി വെളിപ്പെട്ടതാണെന്നും അവൻ ആത്മാവാണെന്നും ഈ 3 കാര്യങ്ങളാണ്. ആ ആത്മാവായ ദൈവത്തിന്, സർവ്വജഡങ്ങളുടെയും പിതാവായ ദൈവത്തിന്, അതുപോലെ തന്നെ ആത്മാവായ ദൈവത്തിന് ഒരു നാമമുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ നാമത്തിലാണ് സ്നാനം കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങനെ വണ്ണസ് ആണോ, എന്നോട് വന്നിട്ട് കമന്റ് ചെയ്ത് ചോദിച്ചിട്ട് വണ്ണസ് ആണോ അതാണോ ഇതാണോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളെ ലോകം പഠിപ്പിച്ച് തെറ്റിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ദൈവവചനത്തിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കൂ. ആ ദൈവവചനം നിങ്ങൾക്ക് ഉത്തരം തരും. ആ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം ഒരു ദൈവമേ ഉള്ളൂ, only one God. അല്ലാതെ വണ്ണസുകാരുടെ തിയറിയാണോ, വണ്ണസിന്റെ മാത്രം തിയറിയാണോ ഇത്? അല്ല, ഇത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ ലോകത്തിന് കഴിഞ്ഞാൽ ഒരുത്തനും നരകത്തിലേക്ക് പോകത്തില്ല എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മോശ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാരെല്ലാം പഠിപ്പിച്ചതും യേശുക്രിസ്തുവും പഠിപ്പിച്ചത് അത് തന്നെയാണ്. അല്ല, യേശുക്രിസ്തു ആ കൽപ്പന മാറ്റുന്നില്ല. ഏക ദൈവം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാറ്റുന്നില്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക, എല്ലാറ്റിനും മുഖ്യ കൽപ്പന. അപ്പൊ മുഖ്യ കൽപ്പനയാണ്
മൂന്ന് ദൈവങ്ങളെ തേടിപ്പോകുന്നത് തെറ്റാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു എല്ലാറ്റിനും മുഖ്യ കൽപ്പന എന്താണ്? ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ചില ആളുകൾ ഇപ്പൊ ഇത് പറയുമ്പം യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. അതിനുള്ള ഒരു മറുപടി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പിതാവ് എന്താണെന്നും പുത്രൻ എന്താണെന്നും പരിശുദ്ധാത്മാവ് എന്താണെന്നും പറഞ്ഞു. ഇതെല്ലാം ഒരേ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുന്ന ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന്. അല്ലെ, വെളിപ്പാടി പറഞ്ഞു ഞാൻ ഒന്നാമത്തവനും ഒടുക്കത്തവനും, അല്ലേ, ഒന്നാമത്തിന് ആദ്യനും അന്ത്യനും. അപ്പൊ എത്ര ആദ്യനും അന്ത്യനുമുണ്ട്? പിതാവ് ഒരു ആദ്യനും അന്ത്യനും. പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ കുറിച്ച് പറയുന്ന ആദ്യനും അന്ത്യനും എന്നാണ്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയുമാകുന്നു. ഇതെല്ലാം പിതാവായ ദൈവത്തെ കുറിച്ചും പഴയ നിയമത്തിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ അത് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ പുതിയ നിയമത്തിൽ വന്നപ്പോൾ മറ്റൊരാൾ വന്നു, ഇല്ല, ഇതെല്ലാം തെറ്റാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ണസ് എന്നൊരു ഭാവം ഇല്ല എന്നുള്ളതാണ്. വണ്ണസ് എല്ലാം ഓരോ ആളുകളുടെ ഹൃദയങ്ങളിൽ ആശയങ്ങളിൽ തുടങ്ങിയ ഒരു അവസ്ഥയാണ്. ചിലർക്ക് പുത്രൻ ആരാണെന്ന് അറിയത്തില്ല, പുത്രൻ വെറും മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവം വേറെയാണ്, ആത്മാവ് ഒരു ശക്തി മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയെല്ലാം പല ഭാഗക്കാരുണ്ട്. യേശു ക്രിസ്തുവിനെ വെറും പുത്രനായിട്ട് കരുതുന്നവരുണ്ട്, വെറും മനുഷ്യനായിട്ട് കരുതുന്നവരുണ്ട്, അല്ലെ. അങ്ങനെയെല്ലാം വിശ്വസിക്കുന്നവരുണ്ട്. അതൊക്കെ ആയിരിക്കും ഇദ്ദേഹം എനിക്ക് കമന്റ് ചെയ്ത ഈ വൺനെസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ പറയുന്ന ദൈവം only one God എന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ ദൈവം ഏക സത്യ ദൈവമാണ് എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, യോഹന്നാൻ 5:20 പറയുന്നു അവൻ സത്യ ദൈവമാണ് എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ആ ഭാഗത്തിലേക്ക് കൂടെ നമുക്ക് കടന്നു പോകാം. അതായത് യോഹന്നാൻ 5:20 നമ്മൾ വായിക്കുന്നത് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അവൻ പുത്രനായതുകൊണ്ടാണ്, ദൈവം പുത്രനായതുകൊണ്ടാണ് നമ്മൾ ആ പുത്രത്വത്തിലേക്ക് വരുന്നത്. അല്ലാതെ നമുക്ക് എന്ത് അവകാശമാണ്? ദൈവത്തിന്റെ പുത്രനാകുവാൻ യാതൊരു അവകാശവും നമുക്കില്ല. അവകാശമില്ലാത്ത സ്ഥാനത്ത് അവൻ എങ്ങനെയായി എന്ന് എബ്രായർ ലേഖനത്തിൽ പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെയായി. അല്ലാതെ വീണ്ടെടുപ്പ് നടക്കത്തില്ല. വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? മനുഷ്യനായിട്ട് വെളിപ്പെട്ടെങ്കിലേ പറ്റുകയുള്ളൂ. കാരണം ദൈവം മാത്രമേ ഉള്ളൂ നീതിമാൻ, അല്ലേ. പാപമില്ലാത്ത കുഞ്ഞാട് എന്നാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? അവൻ സാക്ഷാൽ ദൈവമായതുകൊണ്ടാണ് അവൻ പാപമില്ലാത്ത കുഞ്ഞാടെന്ന് അവനെ കുറിച്ച് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട സത്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പോ എന്റെ കമന്റിൽ താഴെ വന്നിട്ട് അറിവില്ലായ്മ ഇങ്ങനെ പറയരുത്. കാരണം വണ്ണസുകാരാണ്, അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകാം, മനുഷ്യന്റെ ആശയങ്ങളിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ തൃത്വക്കാരെന്ന് പറയുന്നത്, തൃത്വത്തിനൊരു ആശയമുണ്ട്. അത് എന്താണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പലതരത്തിലുള്ള തൃത്വങ്ങളുണ്ട്. സമപൂജ ത്രികോണത്തിലുള്ള തൃത്വമുണ്ട്, തത്വചിന്തകളാൽ നിറഞ്ഞ തൃത്വമുണ്ട്. അങ്ങനെ ഈ ജസ്റ്റിൻ മാട്രയർ, അതുപോലെ തന്നെ ഓർഗിനെ, തെർത്തുല്യനെ ഇവരുണ്ടാക്കിയ തത്വചിന്തകളിൽ നിന്നുണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, അല്ലെ. 3 പേർ കൂടുന്ന ദൈവം, 3 വ്യക്തികൾ കൂടുന്ന ദൈവം, ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ അവരുണ്ടാക്കി അറിയൂസ് കക്ഷികൾക്കെതിരായിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിച്ചത് കൊണ്ട്. കാരണം ഇത് ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞത് ആർക്കും ഇന്ന് മനസ്സിലായിട്ടില്ല. സത്യത്തിൽ അതിന്റെ പൊരുൾ എന്താന്ന് മനസ്സിലായില്ല. കാരണം ആ ദൈവം തന്നെ, ആത്മാവായ ദൈവം, അല്ലെ, പ്രപഞ്ചത്തിൽ മുഴുവൻ ഒതുങ്ങാത്ത, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടപ്പോൾ അവനൊരു പുത്രത്വമായിട്ട് ഭൂമിയിലേക്ക് വന്നു. അവനൊരു പുത്രനായിട്ട്, അല്ലെങ്കിൽ ഒരു പുത്രത്വം എടുത്തുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്, അല്ലേ. ദൈവം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ അപ്പുറമാണ് ദൈവം എന്ന് പറയുന്നത്. കേവലം കാരണം യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ആത്മാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ മനുഷ്യനായി നിന്ന് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. അപ്പോ ഞാനാണ് ദൈവത്തെ വെളിപ്പെടുത്തിയതെന്ന് യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലെ. യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ്? ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്
പീലിപ്പോസ് ചോദിക്കുമ്പോൾ ചോദ്യത്തിന് മറുപടി പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. പീലിപ്പോസ് പറഞ്ഞതിനുള്ള മറുപടി, കാരണം ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസ് എന്ന് ചോദിക്കുന്നതിന്റെ കാര്യം പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ, പിതാവിനെ ഒന്ന് കാണിച്ചു തരുമ്പോൾ പറയേണ്ടതായിരുന്നു, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തൃത്വക്കാർ ചിന്തിക്കുന്നത് പോലെയാണെങ്കിൽ പറയണം പിതാവ് മുകളിലായിരിക്കുന്നു എന്ന് പറയണമായിരുന്നു. പക്ഷെ അവിടെ യേശുക്രിസ്തു പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ രണ്ടാമനാണെന്ന് പറയേണ്ടതായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ആ തൃത്വത്തിന്റെ പേരും കർത്താവ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ഞാനാണ് ഒന്നാമത്തവനും ഒടുക്കത്തവനും എന്നുള്ള കാര്യം അവിടെയും പറയുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു ഏക സത്യ ദൈവമാണ്. ആ ഏക സത്യ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു. ആ വെളിപ്പെട്ടപ്പോൾ യേശുക്രിസ്തു, അതായത് യേശുക്രിസ്തു എന്ന പേരിന് അർത്ഥങ്ങളുണ്ട്. എന്താണ്? ജനത്തെ അവന്റെ പാപങ്ങളിൽ വിടുവിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണമെന്ന് പറഞ്ഞു. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നത് ദൈവം നമ്മോട് കൂടെ. അപ്പൊ എത്ര ദൈവമാണ് നമ്മുടെ കൂടെ? തൃത്വക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എത്ര ദൈവങ്ങൾ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വാസ്തവം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഈ വണ്ണസ് എന്നൊരു ഭാഗമില്ല. എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരോട് ഞാൻ പറയുന്നു, ഞാൻ ഒരു വണ്ണസ് വിഭാഗമല്ല. ദൈവവചനം എന്ത് പറയുന്നു അതനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇത് ഈ ലോകജ്ഞാനമാണ്. 3 പേരുണ്ടെന്നും 3 വ്യക്തികളുണ്ടെന്നും 3 വ്യക്തികൾക്കും ദൈവത്വമുണ്ടെന്ന് പഠിപ്പിക്കുന്നതും എല്ലാം ഈ ലോകജ്ഞാനമാണ്. ആ ജ്ഞാനത്തെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഈ വീഡിയോയിൽ കമന്റ് ഇടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒരു വണ്ണസ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിന്റെ അനുയായിയാണ്. ഒരിക്കലും ഒരു വണ്ണസ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഭാഗത്തെ കുറിച്ച് ബൈബിളിലില്ല. ബൈബിളിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവും ഇനി സംഭവിക്കത്തുമില്ല, ഇനി സംഭവിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.